ഒരു പെണ്ണ് കേസിൽ പെട്ട് കിടക്കാന്ന് പറഞ്ഞു. ബാക്കി എല്ലാ കേസുകളും ഞാൻ എടുക്കുന്നുണ്ടെന്ന് ഇതായത് ഇതും കൂടി ബാക്കി വെക്കണ്ട, എന്തിനു വേണ്ടെന്ന് നോക്കണം. സത്യം. അല്ല, ഈ എനിക്ക് ആ ബ്രൈഡൽ ഒരു ഫോട്ടോ കണ്ടു ഞാനൊരു പോസ്റ്ററിൽ. നല്ലൊരു ബ്രൈഡ് വധു, ചുറ്റും ഒരുപാട് ആജ്ഞ കേൾക്കാൻ റെഡിയായി നിൽക്കുന്ന കുറെ പുരുഷന്മാരുടെ ഫോട്ടോ. ആ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ താങ്കൾക്ക് മെന്റലി ഭയങ്കര എംപവേർഡ് ആയിട്ടുണ്ടോ അല്ലേ? ഇല്ല ചേച്ചി, ഇതൊക്കെ വേറെ വേറെ എടുത്തതുകൊണ്ട് എംപവർമെന്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊരു കല്യാണ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. നമ്മള് സൊസൈറ്റിയിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആൾക്കാരതിന് അത് പറയില്ല. കാരണം കോൺ ചെയ്യപ്പെടുന്നത് മെയിലായതുകൊണ്ട് തന്നെ അവരെപ്പോഴും അങ്ങനെ അധികം സംസാരിക്കില്ലല്ലോ അതിനെപ്പറ്റി. കേസസ് ഒക്കെ കൊടുക്കണ്ടാവും, പക്ഷെ അങ്ങനെ ഒരുപാട് പുറത്ത് അങ്ങനെ വരില്ല. കുറെ പേര് നാണക്കേട് വിചാരിച്ച് പറയില്ല, ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളവരത് അങ്ങനെ പറയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവും. പക്ഷെ സമൂഹത്തിൽ അത് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ വലിയ മെസ്സേജ് ഒന്നും കൊടുക്കുക എന്നുള്ളതില്ല. എന്നാലും ഇത്രയും നല്ലൊരു മെസ്സേജ്, അതെങ്കിൽ സാധനം നടക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ. അത് കോമഡി ഡ്രാമയെ കൂടെ അത് എന്താ പറയാ അവതരിപ്പിക്കുമ്പോഴേ ഇങ്ങനെ ആ ഒരു കോംപ്ലക്സിറ്റി തമാശകളെ കാണിക്കുമ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ? അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണും അങ്ങനത്തെ സിനിമയുമല്ല, കോമഡി മാത്രമുള്ള സിനിമയല്ല. ഇതൊരു എല്ലാം കൂടെ എല്ലാ ഇമോഷനും ബാലൻസ് ചെയ്യുന്നത് പോലത്തെ സിനിമ തന്നെയാണ്. അതിൽ സിറ്റുവേഷണൽ ആയിട്ടുള്ള കോമഡികളുണ്ട്, അല്ലാതെ ഭയങ്കര ഒരുപാട് ഫണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരുവായൂർ അമ്പലം നടയിൽ പോലത്തെ ഒരു സിനിമയൊന്നും അല്ല. സിറ്റുവേഷണലായിട്ടുള്ള ഫണ്ണുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോഴേ വെൻ വി ഹാവ് ടു അതെങ്കിൽ കഥ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈസിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ള തോന്നിയിരുന്നു. കാരണം ജുവൻജോ ഞാൻ തനിക്ക് വേണ്ടി എഴുതിയ സിനിമയാണ്. നമ്മൾ ആ സമയത്ത് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തനിക്ക് കറക്റ്റാണ്. അത് പ്രോമോ കണ്ടപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും എനിക്ക് നിഖിലയെ അല്ലാണ്ട് വേറെ ആരെയും കാണാൻ പറ്റില്ല. ഈ സിനിമയിലും അങ്ങനെ താങ്കൾക്ക് തോന്നിയിരുന്നു ദിസ് ഇസ് ഫോർ മീ ബെസ്റ്റ്? കാരണം കറക്റ്റായിട്ട് ചേർന്ന് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്നത് അങ്ങനെ. ഇല്ല ചേച്ചി, പക്ഷെ ഇതിനൊരു എന്താ പറയാ, അങ്ങനത്തെ ഒരു തോന്നലല്ല. ഇതിനകത്ത് എന്താ പറയാ, ഇതാണ് ഈ പ്രൊമോഷന് വന്നിരുന്നാലുള്ള പ്രശ്നം. അല്ല, ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇതിന് ഇപ്പം നമുക്ക് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എഴുതി എന്നുള്ളതല്ല. പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്, ഇതങ്ങനെ ഒരു എന്താ പറയുക, യൂഷ്വൽ നമ്മൾ സിനിമകളിൽ സ്ത്രീകളെ കാണിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു സിനിമയല്ല. അപ്പം അതെനിക്കൊരു അങ്ങനെ അല്ലാത്ത സ്ത്രീകളും അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ റെപ്രസെൻറ്റേഷനും വേണമല്ലോ. നിങ്ങളെല്ലാവരും മറ്റേ പാവങ്ങളാണെന്നും അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ദുഷ്ടകളാണെന്നും അങ്ങനത്തെ സിനിമയല്ല. അതിന് റീസണിങ് ഉണ്ടാവാം, റീസണിങ് ഇല്ലാതിരിക്കാം, അതെല്ലാം അങ്ങനെല്ലാം ഉണ്ടാവുന്നത് പോലത്തെ ഒരു സിനിമയായിട്ട് തോന്നി. ഇത്രയും സിനിമകൾ ചെയ്യുന്നുണ്ട് പല ഭാഷകളിലൊക്കെ ആയിട്ട്. അറ്റ് ദിസ് പോയിന്റ് ഈ ഒരു ഫിലിം ചൂസിങ്ങിന്റെ പ്രോസസ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? അറ്റ് ദിസ് പോയിന്റ് എന്നല്ല, ഞാൻ തുടക്കം മുതലേ ഞാൻ ഭയങ്കര ചൂസി ആയിട്ടായിരുന്നു സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 2 വർഷം എനിക്ക് പെട്ടെന്ന് പ്രായമായി കഴിഞ്ഞൊരു സിനിമ ഇല്ലേ എന്നുള്ളൊരു പെട്ടെന്ന് ഒരു അനാവശ്യമായ ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ കുറച്ചധികം സിനിമകൾ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു റോങ് തോട്ടാണെന്നുള്ളത് എനിക്ക്, ഒരു റോങ് ചോയ്സ് ഓഫ് തോട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അത് നിർത്തി. വീണ്ടും പഴയ ഇതെനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ വർഷം ഞാൻ ബ്രേക്കില്ലാതെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്കില്ലാതെ ബാക്ക് ടു ബാക്ക് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത സിനിമ ജോയിൻ, അല്ലെങ്കിൽ ഏത് മാസം ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതുപോലെ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഞാൻ പെണ്ണേഴ്സാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഇനി എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കേ ഉള്ളൂ. അതായത് പെണ്ണേഴ്സ് കഴിഞ്ഞത് മാർച്ച് ഏപ്രിലൊക്കെയാണ്. അപ്പം സമയം ഉണ്ട്. അപ്പം അത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണ് ഞാൻ ഇപ്പൊ പിടിക്കണത്. അപ്പൊ ഈ 2 കൊല്ലം മുമ്പ് വേറൊരു വിചാരം വന്നു എന്ന് പറഞ്ഞല്ലോ, കാരണം പ്രായമായാൽ. പക്ഷെ അങ്ങനെ ഒരു തോട്ടിന്റെ പ്രോസസ് അല്ല താങ്കൾ എനിക്ക് തോന്നിയിട്ട്. ഇല്ല, പക്ഷെ നമ്മളെ എപ്പോഴും ആൾക്കാർ പേടിപ്പിക്കുമല്ലോ. അപ്പൊ ഞാൻ 19 വയസ്സ് വരെ എൻ്റെ പിറന്നാള് ആഘോഷിച്ചോണ്ടിരുന്ന ഒരാളായിരുന്നു. ഭയങ്കര ആഘോഷമായിരുന്നു എനിക്ക്. അതായത് ഞാൻ തന്നെ എല്ലാവരും വിളിച്ചു പറയും എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും വരണം, എനിക്ക് കേക്ക് കൊണ്ടുവരണം, സർപ്രൈസ് ചെയ്യണം, വേണമെങ്കിൽ സർപ്രൈസ് ചെയ്തോളൂട്ടോ, എനിക്ക് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നിട്ട് മാർച്ച് 9-നാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 7-ാം തീയതി തുടങ്ങി ഞാൻ എല്ലാവരും വിളിക്കാം, അറിയില്ലേ 9-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, വിളിക്കണേ 9-ാം തീയതി. അങ്ങനെയായിരുന്നു. പക്ഷേ 19 വയസ്സായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അനാവശ്യമായിട്ട് എന്നോട് എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ പറയും, പഴയതുപോലെ അല്ല, മെച്യൂരിറ്റി വേണം, 20 വയസ്സെന്ന് പറഞ്ഞാൽ വേറൊരു സാധാരണ 20 വയസ്സ്, അങ്ങനെ പറഞ്ഞ് 20 വയസ്സായെന്ന് ഞാൻ തലക്കെട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്താ പറ്റിയെന്നുള്ളൊരു സാധനം. പിന്നെ 20 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒക്കെ പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ്, അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പം ഞാൻ 5 വർഷം, ഞാൻ 25 വയസ്സാകുമ്പോൾ കേട്ടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് 25 വയസ്സായി. അപ്പം ഞാൻ നടക്കില്ല,
ഇപ്പൊ കെട്ടാന്നല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വീട്ടുകാർ പിന്നാലെ ഓടുണ്ടോ ഇപ്പൊ കല്യാണം കഴിക്കും കല്യാണം കഴിക്കുന്ന സ്വാഭാവികമായിട്ട് അവർക്ക് സ്ഥിരം പല്ലവി കാരണം അവർക്കിപ്പോ വേറെ ഒരു അമ്മ അച്ഛനൊക്കെ കഴിഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ ഇതൊക്കെ പറയണ്ട, അതുകൊണ്ട് അങ്ങനെ അവരങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കല്യാണം പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെയും 29 ആയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നല്ലോ ഇനിയിപ്പം അപ്പോൾ ആ പ്രഷറിൽ ചുമ്മാ കമ്മിറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ സിനിമകൾ കമ്മിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പ്രായം കൊണ്ട് കമ്മിറ്റ് ചെയ്യാ സിനിമ ആദ്യമായിട്ട് ഇല്ല ചേച്ചി, അതുണ്ട് എല്ലാവർക്കും. ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഐശ്വനോട് ചോദിച്ചിട്ടുണ്ടാവും, അപ്പൂനോട് ചോദിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് ഇതാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ തോന്നും അതാണോ ഇനിയിപ്പം അങ്ങനെ നമ്മൾ ചെയ്തില്ല. നമുക്ക് ഒരു പോയിന്റിൽ ചിലപ്പോൾ സിനിമകൾ വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ നമ്മളിനി വിളിക്കാത്ത എന്ന് പറഞ്ഞൊരു സ്പേസ് വരുമോ. അതിങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു ഡിലേമ നമുക്ക് എപ്പോഴും ഉണ്ട്. ആ ഡിലേമ പുരുഷന്മാർക്കില്ലല്ലോ. ഉണ്ടല്ലേ? ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. എല്ലാവർക്കും, സിനിമയിലുള്ള എല്ലാവർക്കും സിനിമ വരുമോ ഇല്ലയോ എന്നുള്ള ഡിലേമ ഉണ്ട്. അത് പുരുഷനെന്നല്ല സ്ത്രീന്നല്ല എല്ലാവർക്കും. പ്രായഭേദം ഇപ്പൊ ഞാൻ പറയാം, അതിപ്പോ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ കാറ്റഗറിയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആവുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് അത് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അതർവൈസ് ഒരുവിധം ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സിനും ഇപ്പൊ ഒരു അവരുടെ അടുത്ത സിനിമ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നത്തെ സക്സസിനെ ബേസ് ചെയ്തിരിക്കും. കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു സ്പേസിലേക്ക് എത്തി എന്ന് വിചാരിക്കുന്നത് വരെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ അതെ, അത് നമ്മുടെ മനസ്സിനെ ഒരു പാകപ്പെടുന്ന മാതിരി ഇരിക്കും. എനിക്കിത് ഒരു പ്രശ്നമല്ല, എന്നെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടേണ്ട എന്നുള്ള ചില മാനസികമായിട്ടുള്ള ചില ഒരു ഡിസിഷൻസ് എടുക്കുമ്പോൾ ബിയോണ്ട് ദാറ്റ് റൈറ്റ്. പക്ഷെ നമുക്ക് അങ്ങനെ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ സമ്മതിക്കില്ല അത്. അങ്ങനെയുമില്ല. ഞാൻ പറഞ്ഞത്, അതായത് നമുക്ക് ചിലർ ഈ പറഞ്ഞ പോലെ നമ്മളോട് ഞാൻ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഫീൽഡ് ഔട്ട് ആവേണ്ട സമയം കഴിഞ്ഞു. എന്തൊരു മനോധൈര്യം, എന്തൊരു. അതായത് ഞാനിപ്പോ ഒരു 15 വർഷമായല്ലോ ചേച്ചി സിനിമ. ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ഈ സമയത്തൊക്കെ എന്നോട് ഗ്യാപ്പ് എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. കുറെ വർഷം സിനിമ ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. അതൊന്നും എല്ലാവർക്കും ഇതൊന്നും സംഭവിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെയൊക്കെ ആയപ്പം എന്റെ ലൈഫിൽ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെയൊക്കെ ആണെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ അത്രയും ഡെസ്പെറേറ്റ് ആയിരുന്നില്ല. എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന സിനിമകൾ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രയോറിറ്റി. ഞാൻ ആദ്യം സിനിമകൾ ചെയ്തു തുടങ്ങിയ സമയത്ത് പ്രൊഡക്ഷൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സിനിമകൾ നന്നാവാതെ വരുന്നു. പ്രൊഡ്യൂസും ചെയ്തില്ലേ? ഞാൻ മറ്റേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അല്ലാതെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ എന്താ പറയുക, അങ്ങനെ പ്രൊഡ്യൂസർ നന്നാവാത്തത് കൊണ്ട് സിനിമ നന്നാവുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാത്തത് കൊണ്ട് സിനിമ നന്നാവുന്നില്ല, അല്ലെങ്കിൽ നല്ല സിനിമയായിരുന്നു കറക്റ്റ് സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ സക്സസ് ആയേനെ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്ത് ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു പോയിന്റ് കഴിഞ്ഞപ്പം നമ്മൾ നല്ല കുറേ ഭയങ്കര അത്ര എഫേർട്ട് എടുത്ത് നമ്മളൊരു സിനിമ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് നമ്മളൊരു വലിയ സക്സസ്ഫുൾ സിനിമയുടെ ഒരു പാർട്ടാവുന്നത്. നമുക്ക് കുറച്ചുകൂടി ഈസിലി ആളുകളിലേക്ക് എത്തും എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പം രണ്ടും ബാലൻസ് ചെയ്യാനുള്ളൊരു ശ്രമം ആണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ഗുരുവായൂരമ്പല നടയിൽ ചെയ്ത സമയത്ത് എനിക്കൊരു ആ സമയത്ത് പാരലലി ഒരു വാഴയും കിട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ പ്ലാൻ ചെയ്യും. ചിലപ്പം അങ്ങനെ വലിയൊരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ ഒരു സിനിമ കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കമേഴ്ഷ്യൽ സിനിമ നടക്കും, ഈ സിനിമ നടക്കില്ല, ഈ സിനിമ നടക്കും, കമേഴ്ഷ്യൽ സിനിമ നടക്കില്ല. അങ്ങനെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അത് എപ്പോഴും ബാലൻസ്ഡ് ആവാറില്ല. പക്ഷെ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടും ഉണ്ടാവാറുണ്ട്. പെണ്ണ് കേസ് ഏത് കാറ്റഗറി പെടും? പെണ്ണ് കേസ് ഒരു വലിയ കമേഴ്ഷ്യൽ സിനിമ കാറ്റഗറിയിൽ പെടുന്ന സിനിമയല്ല. ഇതൊരു ഭയങ്കര യൂഷ്വൽ ഒരു കുഞ്ഞു സിനിമ കാറ്റഗറിയിൽ പെടുന്ന സിനിമ തന്നെയാണ്. ഇപ്പം ഇത് നമുക്ക് ഇത്രയുടെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ള സിനിമയാണ്. മറ്റേത് ചിലപ്പോൾ നമുക്ക് വലിയ റോളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരിക്കണം എന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ സിനിമകളിലും പാർട്ടാവാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വേറെ വലിയ റൂളുകളിൽ കൂടെ പോകുന്ന ഒരാളല്ല. അല്ല, എനിക്കങ്ങനെ ഇപ്പോൾ എല്ലാ റോളും നമ്മൾ പെർഫോം ചെയ്യണം. അത് എന്താണെങ്കിലും നമ്മൾ ചെയ്യണം. നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ അത് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നെ പ്ലേസ് ചെയ്യണം, ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലേസ് ചെയ്യപ്പെടണം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഇന്ന കാറ്റഗറി ഓഫ് സിനിമകൾ ചെയ്യുന്നത് എനിക്ക് ഓക്കെ ആണ്. ഇപ്പോൾ ചിലപ്പം എന്നെക്കാട്ടിലും ചിലപ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ടാവും ഇവിടെ. അവർ ചിലപ്പോൾ കുറച്ചുകൂടി കണ്ടന്റ് ഡ്രൈവൺ സിനിമകൾ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായി പെർഫോം ചെയ്യുന്ന സിനിമകൾ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു സിനിമയിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു എന്ന് ആൾക്കാർക്ക് തോന്നില്ല.
പക്ഷെ ആ സിനിമ അത് പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് അതെ. ഇപ്പൊ സൂപ്പർ ശരണ്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനശ്വരയും മമിതയും ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സിനിമയിൽ അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ടത് മമിതയാണെങ്കിലും അനശ്വര ചെയ്ത ക്യാരക്ടർ ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. നല്ല difficult ആ. പക്ഷെ കണ്ടാ അത് തോന്നില്ല. അങ്ങനെ കണ്ടാ തോന്നാത്ത തരത്തിൽ ഇപ്പൊ നസ്ലനെ ആൾക്കാർ പറയല്ലോ ആ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അവൻ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ, പക്ഷെ അത് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതെ. അത് എല്ലാവരെ കൊണ്ടും ചിലപ്പം ആ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യപ്പെടണം എന്നുള്ളതുണ്ടല്ലോ. Okay. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ അതിനെ കാണാൻ മാറ്റിക്കണ്ട. പറ്റില്ല. അതെ. ചിലപ്പോൾ വേറൊരാള് ഇപ്പം ഭയങ്കരമായി പെർഫോം ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണെന്നെങ്കിൽ ചിലപ്പം ഈ സൂപ്പർ ശരണ്യം പോലത്തെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ എനിക്കത് പെർഫോമൻസ് സ്പേസിലുണ്ടോ എന്ന് ചിലപ്പോൾ ആലോചിച്ചേക്കാം. അതെ. പക്ഷെ അത് ഡെഫിനറ്റ് ആയിട്ടും അനശ്വരയുടെ ഭാഗത്തു നിന്നുള്ള അനശ്വര ആയതുകൊണ്ടാണ് നമുക്കത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യപ്പെട്ടു എന്ന് ഫീൽ ചെയ്യാത്തത്. അത് വളരെ നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിച്ചത്. അത് ഡെഫിനറ്റ് ആയിട്ടും അങ്ങനത്തെ സിനിമകളും സംഭവിക്കും. സ്കൂളിൽ പരീക്ഷ പേപ്പറിൽ ഒരുപാട് എഴുതുമായിരുന്നു അല്ലേ? മലയാളം ലാംഗ്വേജ് അതാ ഞാൻ ചോദിച്ചേ, ഒരു ഉത്തരം എത്ര ഗംഭീരമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് തരണേന്ന്. ഞാനിപ്പോ ആലോചിക്കാൻ എങ്ങനെയാ തരുന്നത്, ഞാനൊരു വെള്ള പേപ്പറിൽ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കാൻ മലയാളം പരീക്ഷ. ഞാൻ മലയാളം പരീക്ഷ, ഇംഗ്ലീഷ് പരീക്ഷ, ഹിന്ദി പരീക്ഷ ഇത് മൂന്നും ഭയങ്കരമായിട്ട് നന്നായിട്ട് എഴുതും. എത്ര പേപ്പർ എടുക്കാറുണ്ട്. ഇഷ്ടം പോലെ ലാംഗ്വേജിലായിരുന്നു എൻ്റെ ഒരു പിടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് സംസാരിക്കും. ഞാനതാ നേരത്തെ പറഞ്ഞ അരമണിക്കൂർ തീരില്ല. എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഉത്തരം മനസ്സിലാക്കി തരുന്നത് വരെ എനിക്ക് സമയം എടുക്കും. അതെ, എനിക്ക് എല്ലാം പഠിപ്പിച്ചു. നമ്മളിപ്പോ സൂപ്പർ സ്റ്റാറിന്റെ വരെ എത്തിയിട്ടുള്ളൂ. ഇനി കിടക്കണം മുന്നോട്ട്. ഈ ഒരു ഇത്രയും കാലത്തെ സിനിമകൾ വരുമ്പോൾ ഒരു അനലൈസ് ചെയ്തിട്ടുണ്ടോ എന്ത് തരം ക്യാരക്ടേഴ്സ് ആയിരുന്നു സാധാരണ ഒരു കാറ്റഗറി നോക്കുമ്പോൾ ഇത് നിഖിലയ്ക്കുള്ളതാന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ടോ? ഗേൾ നെക്സ്റ്റ് ഡോർ ആയിരുന്നു എനിക്ക് ആദ്യം വന്നോണ്ടിരുന്നത്. എനിക്കത് ഇഷ്ടമായിരുന്നു ചേച്ചി. പക്ഷെ എനിക്ക് ഭയങ്കര ഓവർ നന്മ എനിക്ക് പറ്റില്ല. എനിക്ക് അത്ര ഞാൻ ജീവിതത്തിലും എത്ര കാലം ഗേൾ നെക്സ്റ്റ് ഡോർ ആയിട്ടിരിക്കുക അല്ല, എനിക്ക് ജീവിതത്തിലും അങ്ങനെ ഭയങ്കര നന്മയുള്ള ആളൊന്നും അല്ല ഞാൻ. അതായത് അല്ല, ആരുമല്ല. അപ്പൊ ചേച്ചി എത്ര നന്മയുള്ള അല്ല, നമ്മൾ ആരുമല്ല. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ഒത്തിരി കുശുമ്പും ഇത്തിരി കുന്നായ ബേബി അല്ലെങ്കിൽ ഇത്തിരി നമുക്കൊരു ഗോസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം കിട്ടും എന്നൊക്കെ തരത്തിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും നമ്മൾ. പക്ഷെ നമ്മൾ ഈ സീരിയലിലൊക്കെ കാണുന്ന പോലെ അത്രയും പതിവ്രത സെറ്റപ്പ് ആൾക്കാർ നമ്മളല്ല. അങ്ങനെ ഒരു നന്മ എന്നിലില്ല. മേ ബി ഞാൻ അങ്ങനെ അതൊരു സെക്ഷൻ ഓഫ് ആൾക്കാരെ നോക്കുമ്പോൾ മേ ബി ഒരു 10% ഉണ്ടായിരിക്കും. നമ്മളതിൽ പെടില്ല. ഞാൻ ഈ മറ്റേ സർവം സഹിക്കുന്ന പെൺകുട്ടിയല്ല ഞാൻ ബേസിക്കലി. അപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ എന്നെ പാവം എന്ന് വിളിക്കുമ്പോൾ എനിക്ക് പ്രശ്നമായിരുന്നു. ഞാൻ ആദ്യം തുടക്കത്തിലും പറയും ഞാൻ അത്ര പാവമല്ല. എനിക്കങ്ങനെ പാവം കാറ്റഗറി പെടുത്തുമ്പോൾ എനിക്ക് പിന്നെ ഞാൻ മറ്റേത് വേറെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറയുമ്പോൾ പക്ഷേ ഞാൻ പാവമാണെന്ന് വിചാരിച്ചു എന്ന് പറയുന്നിടത്ത് ഞാൻ എപ്പോഴും പറയാറില്ല ഞാൻ അത്ര പാവമല്ല. നിങ്ങൾ അങ്ങനെ മറ്റൊരു സോ കോൾഡ് മറ്റേ ഫെമിനൈൻ സാധനമുള്ള ഒരാളല്ല ഞാൻ. ഞാൻ കുറച്ച് അങ്ങനെ അല്ലാത്ത ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഉള്ള ഒരാളായിരിക്കാം. അപ്പം അതുകൊണ്ട് എല്ലാം എനിക്ക് നല്ല സെൻസിലൊന്നും എടുക്കുന്ന ആളായിരിക്കില്ല ഞാൻ. എല്ലാം അതായിരുന്നു ആദ്യ കാലത്ത്. എന്നിട്ട് പിന്നെ എങ്ങനെ വന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്? പിന്നെ ചേച്ചി എന്നെ ഈ മീഡിയ ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയല്ലോ. ആ സ്ഥലത്തുനിന്ന് ഞാൻ വേറെന്തോ ആയി. പക്ഷെ ഞാനതല്ല, ഇപ്പോഴും അതുമല്ല ഞാനത് വിശ്വസിക്കുന്നില്ല. അതുമല്ല നിങ്ങൾ എന്നെ അങ്ങനെയാണോ നിങ്ങൾ പോർട്രേ ചെയ്യുന്നത് വെച്ചാൽ അതുമല്ല ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് അഭിപ്രായം പറയണം നിർബന്ധമൊന്നുള്ള ആളൊന്നല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ചിലപ്പോൾ കാര്യങ്ങൾ ജീവിക്കും എന്ന് വിചാരിക്കുന്നത്. പക്ഷെ എന്നാൽ എനിക്ക് അഭിപ്രായമുണ്ടോ. പക്ഷെ ഞാനത് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും മുമ്പിൽ വന്ന് പറഞ്ഞ് അതിനകത്തൊരു അഭിപ്രായം സൃഷ്ടിക്കണം എന്നൊന്നും അതിനകത്തൊരു ഇമേജ് ഉണ്ടാക്കണം എന്നൊന്നും വിചാരിക്കുന്നതാണ്. എൻ്റെ അഭിപ്രായം അതിപ്പോൾ എനിക്ക് ചുറ്റിലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും. അങ്ങനെ ഞാൻ പറയുന്നതിന് ഞാൻ എൻ്റെ കോൺവെർസേഷൻസിന് സ്റ്റേറ്റ്മെൻ്റ് ആക്കപ്പെടുന്നിടത്ത് അവിടെ കൊണ്ടിടും. എന്നിട്ട് പിന്നെ ആ ചർച്ചകളിൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ താങ്കൾ ഉണ്ടാവില്ല ചർച്ചയിൽ താങ്കളെ പറ്റി പറയാം. അപ്പം അതും ഞാനല്ല. അപ്പം അതും ഇങ്ങനെ പുറത്തിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതും ഞാനല്ല ഇതും ഞാൻ ഭയങ്കര സാധാരണ വെരി നോർമൽ ഒരു കുട്ടിയാണ് ഞാൻ. അതായത് എനിക്ക് സൂപ്പർ നാച്ചുറൽ സാധനങ്ങളും ഇല്ല, ഒരു സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. ഞാൻ വളരെ അത് ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കര ഇതായിട്ടുള്ള ഒരാളും അല്ല. അങ്ങനെ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും എൻ്റെ പൊളിറ്റിക്സും ഒക്കെ എനിക്കുണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ, ഇറ്റ്സ് ഫോർ എൻ്റെ. പക്ഷേ ഈ സൊസൈറ്റി എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രി ആൾക്കാർക്ക് ജഡ്ജ്മെൻറ്റിൽ ആവും പെട്ടെന്ന്. കാരണം നിങ്ങളൊരു പെഡസ്റ്ററിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ ഈ പറയുന്ന ഓരോ പൊസിഷനിൽ നിങ്ങളെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ബ്രാക്കറ്റഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ് ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ നിങ്ങളെ. അപ്പോൾ അങ്ങനെ ജഡ്ജ്മെൻറ്റിൽ പെടാതിരിക്കുന്ന പറ്റൂല. കാരണം ആൾക്കാർ വിളിച്ചു പറയും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. റൈറ്റ്, നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിലും ആരെങ്കിലും വന്ന് പറയും. സോ ഈ ഒരു ഇൻസുലേറ്റഡ് ആയിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുക ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ? ഇരിക്കാൻ പറ്റില്ല. ഇരിക്കണത് പാടാണ്. പക്ഷെ
ഇപ്പോൾ കഴിഞ്ഞൊരു 6-7 മാസം ഞാൻ പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ മീഡിയ സ്പേസുകളിൽ പോകാറുണ്ടായിരുന്നില്ല. മീഡിയ ആൾക്കാരെ കാണേണ്ട അവസ്ഥ വരാറുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ 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 ആയപ്പം എനിക്ക് കുറച്ചൊരാശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫീൽഡ് ഔട്ട് ആയി എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഒരു സ്പേസിലാണെങ്കിൽ പോലും എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അത്ര അറ്റൻഷൻ ഇല്ല എന്നുണ്ടാവുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സിനിമ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പം ഇന്റർവ്യൂ സ്പേസിലൊക്കെ പിന്നെയും വരേണ്ടി വരും എന്നുള്ളതുണ്ട്. ആ വരുന്ന സമയത്ത് വരുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങുക, ഒരു കുറച്ച് ദിവസം അതിനകത്ത് ഇരിക്കുക, എന്നിട്ട് നമ്മൾ തന്നെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക. അതിന് ശേഷം ഓക്കെ അടുത്ത കാര്യത്തിലേക്ക് പോവാൻ. നമുക്കിത് മാത്രമല്ലല്ലോ ജോലി എന്ന് പറയുന്നത്. തമാശ ഈ നാട്ടിൽ ഫീൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, പക്ഷെ ക്രിക്കറ്റിൽ ഫീൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ സിക്സറാ. അതായത് നമുക്ക് അങ്ങനെ ഫീൽഡ് ഔട്ട് ആണെന്ന് പറയുന്ന ഒരു സാധനമല്ലേ, അങ്ങനെ ഫീൽഡ് ഔട്ട് ആവുന്നില്ല ഇവിടെ ആരും. ആർക്കും സ്പേസ് ഉണ്ട്, എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു കമേഴ്ഷ്യൽ സ്പേസിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പാരലൽ സിനിമ സ്പേസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സിനിമയിൽ നിങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരാൾക്ക് ഫീൽഡ് ഔട്ട് ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പേസിൽ നിങ്ങൾ നിങ്ങൾ അതിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് നമ്മളുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ചിലപ്പം വേമല്ലേ ഒരു ഹീറോയിൻ സ്പേസിലായിരിക്കില്ല, പക്ഷെ ചിലപ്പോൾ നല്ല ക്യാരക്ടർ റോൾ സ്പേസിലുണ്ടാവും. അത് ആക്സെപ്റ്റ് ചെയ്യാൻ തനിക്കും മടിയില്ല, പക്ഷെ ചുറ്റുള്ള ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ മടിയായിരിക്കുന്നതാണ് എനിക്ക് തോന്നിക്കുന്നത്. അപ്പം ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാത്തത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരു പോയിന്റ് വരെ നമുക്ക് ഇപ്പം ഇങ്ങനെയുള്ള സ്പേസിൽ നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ പുറത്തും നിങ്ങൾ ഇനി ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ പീപ്പിൾ മാനേജർ എങ്ങനെയാണ്? അതേപോലെ സെറ്റിലാണെങ്കിലും മനുഷ്യ, കാരണം പണ്ട് വന്നപ്പോൾ ഉള്ള നിൽക്കില്ലല്ലോ ഇപ്പോൾ, അന്ന് കുറച്ച് നന്മമരമായിരുന്നു കൊണ്ടും. ഇല്ല, ഞാൻ അന്നും ആൾക്കാരുടെ എൻ്റെ ക്ലോസസ്റ്റ് സ്പേസിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ബട്ട് ദെൻ അതിൻ്റെ ഉപരിയായിട്ട് വെൻ യു ഹാവ് ടു ഗ്രൂ ഒരു ഇൻഡസ്ട്രി കൂടെ വളർന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കാം, മനുഷ്യരെ ഹാൻഡിൽ ചെയ്യുന്ന വിധം മാറിയിട്ടുണ്ടോ? എന്നെ ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ തിരിച്ച് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആഹാ, അത് വളരെ നല്ല കാര്യം. അതായത് നിങ്ങൾ എന്നെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടാണോ എടുക്കുന്നത്? എന്നാ ഓക്കെ, എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അറിയും നിങ്ങൾ എന്നെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം എന്നുള്ളത് ഞാൻ. പക്ഷെ കൺഫ്രണ്ട് ചെയ്യാറുണ്ടോ ആരെങ്കിലും? ദേഷ്യം വന്നാൽ ചിലവർക്കുണ്ടല്ലോ. ഞാൻ ദേഷ്യപ്പെടുകയില്ല ചേച്ചി. എനിക്ക് അങ്ങനെ നാളെന്താ എന്റെ നാളെ ഏതായിരുന്നു? തിരുവോണമാണ്. ഞാനും ആണോ? ഞാൻ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. ഞാൻ പ്രതികരിക്കും, പക്ഷെ ഞാൻ ദേഷ്യപ്പെടും, ഒച്ച ഉണ്ടാക്കും, അതൊന്നും എന്റെ രീതിയല്ല. എന്റെ സർക്കാസമാണ് എന്റെ ഒരു. അത് ഞാൻ PhD ആണ്, എന്നാലും ഞാൻ പറയാം. പക്ഷെ അത് സമയാസമയങ്ങളിൽ വരും. എനിക്ക് ദേഷ്യം വരും, ഭയങ്കരമായ ദേഷ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ വർക്ക് സ്പേസിൽ ഞാൻ ദേഷ്യം കാണിക്കില്ല. എന്റെ ചുറ്റിലുമുള്ള ആൾക്കാർക്കൊന്നും നമ്മുടെ ദേഷ്യങ്ങളൊക്കെ ഏതെങ്കിലും കാണാൻ വീട്ടിലെ ആൾക്കാരായിരിക്കും, അമ്മ, അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ എന്റെ മകനും എന്റെ ഹസ്ബൻഡും. എന്റെ അമ്മയുടെ ദേഷ്യം കാണിച്ച് വിവരം അറിയും. ഞാൻ എന്റെ എക്സ്ട്രീം ദേഷ്യവും എക്സ്ട്രീം ഇതൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ അത് ഒരിക്കലും സെറ്റിൽ കാണിക്കില്ല. എന്നെ ആരും അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഉണ്ടാവില്ല. അല്ല, പക്ഷെ അവനാണ് ദേഷ്യം ഉള്ളിൽ ഒതുക്കുന്നത്. നമ്മുടെ മുഖത്ത് സബ് ടൈറ്റിൽ വരും. അതുണ്ട്, എനിക്ക് സബ് ടൈറ്റിൽ ഉണ്ട്. പക്ഷെ ഞാനത് പുറത്ത് വിടുന്നത് സർക്കാസത്തിലൂടെയാണ്. പക്ഷെ യു ഹേർട്ട് മീ നിങ്ങൾ അറിയും ഡെഫിനറ്റ് ആയിട്ടും. സർക്കാസം ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇല്ല ചേച്ചി, കിട്ടില്ല. നമ്മൾ കൊടുക്കേണ്ട പോലെ കൊടുക്കുമ്പോൾ കിട്ടും. കൊടുക്കേണ്ട നമുക്ക് വേറെ എന്താ, ചിലപ്പോൾ നമുക്ക് അവരോട് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവരുമായിട്ട് നമുക്ക് ഫിസിക്കലി ആർഗ്യൂ ചെയ്യാനുള്ളതോ ഫിസിക്കലി അവരെ ചിലപ്പോൾ ഇത് ചെയ്യാനൊന്നുള്ള സ്പേസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ പറയാലോ. അതൊരു ടാക്സും ഉണ്ട്. എന്നോട് എല്ലാവരും പറഞ്ഞു നിന്റെ നാക്കാണ് നിന്റെ ശത്രു എന്ന് പറയും. എൻ്റെ നാക്ക് തന്നെയാണ് എൻ്റെ ശത്രു, എൻ്റെ നാക്ക് തന്നെയാണ് എൻ്റെ മിത്രം എന്ന് ഞാൻ പറഞ്ഞു. അതെ, പക്ഷെ എനിക്കത് ഗുഡ് പോയിന്റ്. ഇതുള്ളത് കൊണ്ടായിരിക്കും ഞാൻ സർവൈവ് ചെയ്ത് പോണ്ടാവുക. എനിക്ക് അങ്ങനെ എന്നോട് എന്തും പറഞ്ഞിട്ട് പോകാൻ പറയുന്നു എന്ന് പറയുന്ന ആളല്ല എന്ന് പറയുന്നത് മാത്രമേ ഞാൻ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് നിങ്ങളോട് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റേ ആർഗ്യൂ ചെയ്ത് നിങ്ങളെ അടിക്കാനോ അതൊന്നും എനിക്ക് താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, തീർക്കണം ചെയ്യാനുള്ളത്. അപ്പൊ പറഞ്ഞങ്ങോട്ട് തീർന്നത് എനിക്കൊരു ആശ്വാസമാണ്. അപ്പൊ ഞാനത്, കാരണം അവർക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു. അവർക്ക് മനസ്സിലായി ഉണ്ടാവും നമുക്കിത് ഇതായി എന്നുള്ളത്. ഇതൊക്കെ എത്ര കാര്യങ്ങളല്ലേ ഓരോ ദിവസം നമ്മുടെ മനസ്സിൽ കൂടെ ഹാൻഡിൽ ചെയ്തുകൊണ്ട്. ആൾക്കാർക്ക് എന്ത് എളുപ്പമാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ. അതെ, എന്തൊക്കെ ചെയ്താലും കിട്ടും. അതെ, പിന്നെ അവനോടെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ്, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ സേവിങ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ടല്ലോ. ഹൗ ഗുഡ് ആർ യു ഇൻ ദാറ്റ്? ഇതൊക്കെ ഇങ്ങനെ ഐ എം വെരി ബാഡ് അറ്റ് ഇറ്റ്. പക്ഷെ ഞാൻ ഇപ്പം ആൾക്കാരെ ഭയങ്കരമായിട്ട് അഡ്വൈസ് ചെയ്യാൻ തുടങ്ങി. അവനോന്റെ കാര്യം അവനോ നല്ലോണം സേവ് ഒക്കെ ചെയ്യോ? സേവിനെ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യലി ഒരു
ഞാൻ പറഞ്ഞുതരാം. ചേച്ചി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല, പക്ഷെ ഞാൻ സേവ് ചെയ്യും. ഞാൻ പിശുക്കിയാണ്, പക്ഷെ എനിക്കിത് ഡബിൾ ആക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഓൾഡ് സ്കൂളാണ്. ഇപ്പൊ എൻ്റെ അമ്മയോട് വെച്ച് കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഈ 5 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 10 ലക്ഷം രൂപ ആക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും പേടിയാ എനിക്കും പേടിയാ. നമ്മൾ ഈ 5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ചിരിക്കും. ചാവുന്നത് ഒരു 5 ലക്ഷം രൂപയായിട്ട് ചാവാം, അത് 10 20 ആയിട്ട് വേണ്ട, അത് പേടിയാണെന്നുള്ളതാണ് പ്രശ്നം. ഇത് കേട്ടാൽ 1000 ആൾക്കാർ കൺസൾട്ടൻസി വിളിക്കും. ഞാൻ തന്നെ കൺസൾട്ടൻസിനെ വിളിക്കാറുണ്ട്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. എനിക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ എന്നോട് നിങ്ങൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും പറയരുത്, പക്ഷെ എനിക്കത് പേടിയാണ്. കാരണം അത് ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനത് ഇടില്ല, അല്ലെങ്കിൽ ഇത് അതുണ്ടാവും പറഞ്ഞാൽ ഞാൻ എല്ലാം എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വിളിക്കും. ബേട്ടാ അത് അങ്ങനെയാണോ, ബേട്ടാ അത് ഇങ്ങനെയാണോ, മൂപ്പരായത് പറയുമ്പോൾ ഞാൻ ഓക്കെ. നമുക്കൊരാൾ അറിയണം, നമ്പേഴ്സ് അറിയണം. മൂപ്പര് വന്ന് കഴിഞ്ഞ പിന്നെ ഞാനങ്ങനെ വെറുതെ ഒരാൾക്ക് കാശ് കൊടുക്കുന്നില്ല. ഞാൻ ആലോചിച്ചു കിട്ടാളെ കാശ് മേടിക്കോ? അതിപ്പോ കിട്ടിയില്ലെങ്കിലും ചേച്ചി ഞാൻ അല്ലേ പറഞ്ഞോണ്ടിരിക്കും ഞാൻ. അല്ല അതുകൊണ്ട് കിട്ടണമെന്നല്ലോ ഞാൻ നിർബന്ധമില്ല, പക്ഷെ എനിക്കൊരാൾ സമാധാനം കൊടുക്കില്ല. മിടുക്കി ഇടോ, അത് വഴി എനിക്ക് പറഞ്ഞാടോ, നമുക്ക് കുറച്ചുമ്പോ നാണാവും. എത്ര ഇറക്കുക അതും പറയും ഞാൻ. എത്ര നേരം എന്താ വെച്ചാൽ നിങ്ങളോട് ഇറക്കം നിനക്ക് നാണാവില്ലെന്ന് ഞാൻ ചോദിക്കും. അല്ല ഇങ്ങനെ ഇരിക്കാൻ എന്താ ചെയ്യാ? എനിക്കൊരാൾ പൈസ ഉണ്ട്, 5-6 ലക്ഷം റുപ്യ. നമ്മൾ സിനിമയിൽ വരുമ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത് തൊലിക്കട്ടിയാണ്. ഇവർക്കാണെങ്കിൽ നമ്മളെക്കാട്ടിലും എക്സ്പീരിയൻസ് കൂടുതലായതുകൊണ്ട് കടുത്ത തൊലിക്കട്ടിയാണ്. എന്റെ അടുത്ത് ഞാനൊരു ടെലിവിഷൻ ഷോയിലിരിക്കുമ്പോ ഞാൻ മൈക്ക് ഓഫ് ആക്കിട്ട് എന്റെ പൈസ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ മൈക്ക് ഓഫ് ആക്കിയിട്ട് വരില്ല, ഞാനത് മൈക്കിൽ കൂടെ പറയും, അതപ്പോൾ അവർക്ക് നാണക്കേടാവും. അപ്പോൾ ബേസിക്കലി എനിക്ക് അങ്ങനെ ആവുമ്പോൾ കുറെ പേരൊക്കെ കാശ് തരും. ഈ കുട്ടിയോട് നേരത്തെ പരിചയപ്പെട്ടാൽ മതിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഞാനും അച്ഛത്തോട് തീരുമാനിച്ചു, ലീവ് ഇട്ട് യാർ, ഹൗ മച്ച് ടൈം വേറെ എന്തിനാ ഇങ്ങനെ ഇറക്കാൻ. ഞാൻ ചിലപ്പം അതൊരു കാശ് താണ്ട കാശ് തന്നിട്ടോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല, പക്ഷെ ആ സമയത്ത് പറയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ ഞാൻ പറയും. പറയാൻ പാടില്ലായിരിക്കാം, പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അറിയാലോ. അതായത് മിടുക്കി ഇടുവാൻ എനിക്കിതൊക്കെ കണ്ട് എന്നെ റിവേഴ്സ് മെന്റർ ചെയ്യും എവിടെയൊക്കെ ഞാൻ പോയി സംസാരിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പൈസയാണല്ലോ അതാണ് വാങ്ങിക്കണേ, നമ്മൾ ചോദിക്കണേ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാനൊരു തമിഴ് പടം ചെയ്തപ്പോൾ അതിന് എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അസിസ്റ്റന്റിന് ഇവര് പേയ്മെന്റ് കൊടുത്തില്ല. അപ്പോൾ ആ അസിസ്റ്റന്റ് ആ ചേച്ചി മറ്റേ മോനെ സ്കൂളിൽ ചേർക്കണം, എനിക്ക് പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് എന്താ നിങ്ങൾ അതിൻ്റെ പൈസ കൊടുക്കാത്തതെന്ന് വെച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, സ്കൂളിൽ ചേർക്കാനൊക്കെയാണ് അവർ പൈസ വയ്ക്കുന്നത്, അപ്പോൾ ഈ പൈസ കൊണ്ട് അവർക്ക് എന്ത് സ്കൂളിൽ ചേർക്കാൻ പറ്റുന്നതാണ് പറയണേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് അവർ വാങ്ങിയിട്ട് അത് കുപ്പത്തൊട്ടിയിലിട്ടാലും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവർ ചെയ്ത ജോലിയുടെ പൈസയാണ് അവർ ചോദിക്കണത്. നിങ്ങളത് കൊടുക്കാൻ എഗ്രി ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത്. കൊടുക്കാൻ പറ്റില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയണമായിരുന്നു, അവർക്കത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ അത് പറയാതെ നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ ജോലി നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ പറയുകയാണെങ്കിൽ നിങ്ങൾ അവരെ യൂസ് ചെയ്യായിരുന്നു. അത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ അവർക്ക് പൈസ കൊടുക്കില്ല എന്ന് പറയുമ്പം അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പൈസ ഇട്ട് കൊടുത്തു. അങ്ങനെ മിടുക്കല്ല മനുഷ്യൻ. ഇതിപ്പോ എന്താ അറിയോ, എനിക്ക് പറഞ്ഞാലും പൈസ ഇട്ട് കൊടുക്കാത്ത ആൾക്കാർ. ഞാൻ പറഞ്ഞുതരാം എന്റെ ഡയലോഗ്. ഞാൻ ചോദിക്കും, അതെനിക്ക് കിട്ടാനുള്ള പൈസ ഞാൻ ഇങ്ങനെ മാനം മര്യാദയിലൊക്കെ ചോദിക്കും, എക്സ്ക്യൂസ് മീ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ. അവസാനം വരുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ, ഭാസ്കരൻ മാഷ്ടം വരുമ്പോഴേക്ക് എന്തിനാ പൈസ? ഹൈ, ഞാൻ എടുത്ത ജോലി ഞാൻ ആങ്കറുടെ ചോദിക്കാണ്ടായി കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ചോദിക്കൽ നിർത്തില്ലേ? അത് ഞാൻ ചെയ്യില്ല. എന്താ ഭാസ്കരൻ മാഷ്ടം മരുമോക്ക് എന്താ പൈസ കിട്ടിയാൽ പോവില്ലേ എന്ന് ഞാൻ ചോദിക്കും. അതാണ് എനിക്ക് നാണായി, ഞാൻ നിർത്തി. ദാറ്റ്സ് എ വെരി ഗുഡ് കോൺവെർസേഷൻ ഐ ആം ഹാവിംഗ് വിത്ത് യു. എന്റെ ദൈവമേ മിടുക്കി. ഇനി ഇങ്ങനത്തെ വേറെ ആചാരങ്ങളൊക്കെ ബാക്കിയുണ്ടോ? ഇനി വേറെ ഇങ്ങനത്തെ തരം വളരെ വ്യത്യസ്തമായ ആചാരങ്ങൾ? ചെയ്യുന്ന ജോലിയുടെ പൈസ നമുക്ക് തരിക എന്ന് പറയുന്നത് നമ്മൾ ഡിസേർവിംഗ് ആണ്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിലേ അങ്ങനെ എല്ലാവരും പൈസ തരുമോ സമയത്തിന്? ഞാൻ കേട്ടിട്ടില്ല. ഇല്ല ചേച്ചി, ആരും പൈസ സമയത്തിനൊന്നും തരില്ല. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും കുറെ പേരൊക്കെ തരും. കുറച്ച്, അതായത് ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കും തരാത്തത്. അപ്പം കുറച്ച് കഴിഞ്ഞ് അവരുടെ കയ്യിൽ പൈസ വരുമ്പോൾ അവർ തരും. ഇനി പൈസ വന്നിട്ടും തരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പോയിട്ട് പറയും. സ്റ്റോറി അങ്ങനെ ഒരാളെ നാണം കെടുത്താന്ന് പറയുന്ന ഉദ്ദേശമൊന്നും എനിക്കില്ല. ഈ പറയുന്ന നാണം കെടുത്തല്ലേ അത്? ഇതിപ്പോ ഞാനൊരു തമാശ പോലെയാണ് പറയണത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ നാണം കെട്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നാണം കെട്ടത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നാണം കെടോ? ദൈവമേ, നിങ്ങൾ എനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ആ സ്പേസിൽ ഞാൻ നിങ്ങൾ എനിക്ക് പൈസ തന്നിട്ടില്ല എന്നുള്ളത് പറയോ? അതെ. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിലല്ല, ഏത് സ്ഥലത്തും, ഞാൻ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ റെസ്പെക്ട് വരുന്നതും കൊടുക്കുന്നതും എങ്ങനെയാ? എനിക്ക് വരുന്ന മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. ഞാൻ പിന്നെ ബേസിക്കലി അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അത്
അത് തെറ്റായിരിക്കാം ചേച്ചി. കുറേശ്ശെ respect ചെയ്യും. മേ ബി അല്ല, എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷെ അത് ഞാൻ കാണിക്കില്ല. ബേസിക്കലി എനിക്ക് അങ്ങനെ കാണിച്ച് റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല. എനിക്ക് ഒരാളോട് റെസ്പെക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഡെഫിനറ്റ് ആയിട്ട് സ്നേഹം ഉണ്ടാവും. അപ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക സ്നേഹമായിരിക്കാം. ഞാൻ അങ്ങനെ റെസ്പെക്റ്റ് കാണിക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പം എനിക്ക് അതിപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം റോങ് ആയിട്ട് ചെയ്തു എന്ന് എനിക്ക് ഫീൽ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ വേറൊരു തരത്തിൽ റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. നിങ്ങളൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. അതൊരു ഹ്യൂമൻ ബീങ്ങിന് മറ്റൊരു മിസ്റ്റേക്ക് ആയിട്ടും ഞാൻ കൺസിഡർ ചെയ്യും. പക്ഷെ പിന്നെ അതിനുശേഷം എനിക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടോ ജീവിതത്തിൽ? കുറേയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരും പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ജനിച്ച ആൾക്കാരല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ അപ്ബ്രിങ്ങിങ്ങിന്റെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. ചിലത് നമുക്ക് മനസ്സിലാവില്ല, അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യുമല്ലോ. ഇപ്പം നമ്മളൊരാളെ കറുത്താളെന്ന് പറഞ്ഞ പ്രശ്നമാണ്, അല്ലെങ്കിൽ ചെറിയ ആൾ മറ്റേ അങ്ങനെ പൊക്കം കുറഞ്ഞ ആള് നമ്മൾ ചിലപ്പോൾ നമ്മൾ ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങേണ്ടത് നമ്മളത് അതായത് മനസ്സിലാക്കിയിട്ട് നമ്മളത് ചെയ്യാതിരിക്കുന്നില്ലേ, അതാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കറക്റ്റ് ആവാൻ നിങ്ങൾക്കും അറിയില്ല എന്താണ് കറക്റ്റ് എന്താണ് കറക്റ്റ് അല്ല. പണ്ട് കാലത്തിലെ സിനിമകൾ കാണുമ്പോഴേ അത് ഭയങ്കര റിഗ്രസീവ് ഡയലോഗ്സ് ആണ്, പക്ഷെ നമ്മൾ അതിനൊക്കെ കൈയടിച്ചിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മുടെ അറിവില്ലായ്മയാണ്. ഇപ്പൊ നമ്മളോട് ഒരാളോട് പറഞ്ഞു തരാണ് അത് വേറൊരാളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതെ, ചില സമയത്ത് ചില സിനിമകളിൽ സ്ത്രീകളെ തല്ലുന്നത് തന്നെ ചിലപ്പോൾ സ്ത്രീക്ക് പൊട്ട സ്വഭാവമായിരിക്കാം ക്യാരക്ടർ, എന്നാലും നമുക്കൊരു വിഷമാവും. ബിക്കോസ് ദാറ്റ്സ് നൗ ബീൻ ട്യൂൺഡ് ഇൻ ടു, അല്ലെങ്കിൽ കുറച്ചും നമ്മളിങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ആലോചിക്കണേ. ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാണ്, നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരാളോട് പറയുന്നതിൽ എനിക്ക് വിഷമമില്ല. അതെ. പക്ഷെ ചില സമയത്ത് ഇപ്പം എൻ്റെ ഇതിങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുന്ന സാധനങ്ങൾ കുറച്ച് ഓവറായി പോകും. അങ്ങനെ ഓവറായി പോയി എന്ന് എനിക്കൊരു പോയിന്റ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് സോറി പറയാറുണ്ട്. അല്ലെങ്കിൽ സോറി പറയാൻ എത്ര സമയം പിടിക്കും? എനിക്ക് നമുക്ക് കിട്ടുമല്ലോ, ആളുടെ ഫേസിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പം തന്നെ ഞാൻ പറയാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല പറഞ്ഞത്, നീ എന്നെ അത്രയും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് നമ്മൾ ഈ കൊടുക്കൽ വാങ്ങൽ സ്പേസിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്, പക്ഷെ ഞാനത് മീൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അവനവൻ സ്ക്രീനിൽ കാണുമ്പോൾ തോന്നാറുണ്ട് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ചമ്മലാണ് എന്നെ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഈ തിയേറ്ററിൽ പോയി ഇന്ന് കാണുന്നില്ലേ? ഇപ്പോഴാണ് കാണുന്നത്, പണ്ടൊന്നും കാണാറേ ഉണ്ടായിരുന്നില്ല. എന്റെ സിനിമകൾ ഞാൻ കാണാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആദ്യമായിട്ട് അവനവൻ സ്ക്രീനിൽ കണ്ട സിനിമ ഏതാ? എല്ലാ സിനിമകളും കാണാൻ പോകും, പക്ഷെ ഞാൻ എന്നെ ശ്രദ്ധിക്കില്ല എന്നുള്ളത്. അപ്പുറം നോക്കിയിരിക്കും. ഞാൻ വരുമ്പോ ഞാനിങ്ങനെ പപ്പ കുഞ്ഞു സാധനങ്ങളല്ലേ ചെയ്തോണ്ട്, പിന്നെ ഞാൻ ഇങ്ങനെ വേറെ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് ചെയ്തു എന്നൊക്കെ നോക്കും. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഈ കുട്ടിയെ തോറ്റു ഞാൻ. ഇപ്പൊ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കാറുണ്ട്. കാരണം ഡെഫിനറ്റ് ആയിട്ട് നോക്കണം, അത് അങ്ങനെ നോക്കാറുണ്ട്. ആദ്യം ഭയങ്കര ചമ്മലായിരുന്നു. അപ്പൊ ഈ ഇപ്പൊ പെണ്ണുകേസിൽ സെറ്റിലൊക്കെ വന്നപ്പോ കുറെ പുരുഷന്മാരുണ്ടല്ലോ. സോ പുരുഷന്മാരെ ഉദ്ദേശിക്കുന്ന ആക്ടേഴ്സ്, കോ ആക്ടേഴ്സ്. സോ എത്ര സമയം പിടിക്കും പുതിയൊരാളായിട്ട് ഇടപഴകാൻ, ഒരു പെട്ടെന്നൊരു ഫ്രണ്ട്ലി ഒരു കെമിസ്ട്രി വരാൻ? അതായത് ചേച്ചി, ഞാൻ പണ്ടൊരു ഇൻട്രോവേർട്ട്. അല്ല, പണ്ട് ഞാനൊരു ഭയങ്കര കുറച്ചൊരു ഒതുങ്ങിയ പ്രകൃതമായിരുന്നു എന്റേത്. അതെങ്ങനെ മാറി? അത് നമ്മൾ സിനിമയിൽ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന സ്പേസിൽ നിന്ന് നമുക്കത് മാറും. പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. എനിക്ക് സോഷ്യലൈസ് ചെയ്യാൻ ചിലപ്പം ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്പേസിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുമല്ലോ. അപ്പം അതേ ഇത് തന്നെയാണ്. നമ്മളൊരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്കങ്ങനെ എന്തെങ്കിലും ചെറിയൊരു നിങ്ങൾക്ക് വാക്ക് തീർക്കോ അല്ലെങ്കിൽ ഒരു അസ്വാരസ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഒരു കുഴപ്പമില്ല. ചേച്ചി എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എനിക്ക് ഓർമ്മ പറഞ്ഞു ഇന്ന് എന്നോടൊരു രഹസ്യം പറഞ്ഞു 5 മിനിറ്റ് ചോദിച്ചാൽ ഞാനത് മറന്നു. എന്റെ കാര്യം എനിക്ക് പിന്നെ എന്ത് അടിമൊഴി. ഇന്നലെ ഞാൻ എന്നോട് വഴക്കുണ്ടാക്കിയത്, പക്ഷെ എന്തിനാണ് ഞാൻ മറന്നു എന്ന് പറയുന്ന ആളാണ് ഞാൻ. ആ 10 കൊല്ലം മുമ്പ് എവിടെ വെച്ച് പറഞ്ഞു അവൻ എന്ത് ഷർട്ട് ഇട്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഇൻസിഡൻസ് ഒന്നും ഇല്ല. എനിക്ക് പിന്നെ അങ്ങനെ ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഗ്രഡ്ജുള്ള ആളോ അങ്ങനത്തെ ഒന്നും ആളൊന്നുമല്ല. യു ആർ എ ഫ്രീ ഫ്ലോയിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശരിയാവും. നല്ല രസമുണ്ട്, കേൾക്കുമ്പോൾ രസമുണ്ട്. അങ്ങനെയാണോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അല്ല,
ഒരു നദി. ഞാൻ പറഞ്ഞില്ലേ വേറെ എവിടെയും പണ്ട് പറയട്ടെ, നമ്മളൊരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സെയിം മുഖമല്ല, ബിക്കോസ് സെൽസ് ഹാവ് ബീൻ റീജനറേറ്റഡ് എന്ന് പറയും. അതുമാതിരി ആയിരിക്കും നമുക്ക് എപ്പോഴും ഒരു അങ്ങനെ ഒരു മുഖം മൂടിയിൽ വിശ്വസിക്കാത്ത ഒരാളല്ല. പക്ഷെ മറ്റുള്ളവർ മുഖം മൂടി വെച്ച് സംസാരിക്കുമ്പോൾ അത് എത്ര മിനിറ്റ് കൊണ്ട് മനസ്സിലാവും ദാറ്റ് ഇസ് ലൈക്ക് ഹീസ് എ ഫേക്ക് പേഴ്സൺ, ഓർ ദാറ്റ് പേഴ്സൺ ഷീസ് ഫേക്ക്, ഓർ ഹീസ് ഫേക്ക്, അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് ഫേക്ക്. അങ്ങനെ മനസ്സിലാവാറൊന്നുമില്ല. എല്ലാം നമ്മുടെ ട്രയൽ ആൻഡ് എറർ ആണ്. എല്ലാരോടും നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ നിന്നാൽ നമുക്ക് ആരോട് സംസാരിക്കാൻ പറ്റില്ല. കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു, മേ ബി റൊമാൻറ്റിക്കലി വേ യു ഇൻവോൾവ് ഇൻ സംവൺ, അത് അങ്ങനെ അതൊരു വിചാരിച്ച മാതിരി പോയില്ല എന്ന് വിചാരിക്കാം. ആൻഡ് ദെൻ എത്ര സമയം പിടിക്കും തിരിച്ച് അതിൽ നിന്ന് മാറിയിട്ട് ടു ബിക്കം നിഖില വിമൽ? എനിക്ക് കുറേ സമയമെടുക്കും. എനിക്ക് ഒരുപാട് സമയമെടുക്കും. എനിക്കൊരാളെ ഞാൻ പക്ഷെ എനിക്ക് അവരോട് വിഷമോ അവരെ കുറ്റം പറയുമോ ഒന്നും ഞാൻ ചെയ്യില്ല. ചില ആൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് എല്ലാവർക്കും എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല. ഇപ്പം ചേച്ചിക്ക് ഇപ്പം ഞാൻ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇപ്പം മൂപ്പർക്ക് ഞാൻ ചിലപ്പോൾ നല്ലതായിരിക്കണം എന്നില്ല. ഒരു എക്സാമ്പിൾ, നല്ലതായിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ അയാൾക്ക് മോശമായതുകൊണ്ട് ഞാൻ വേറൊരാളുടെ അടുത്ത് നല്ലതായിരിക്കണം ഇല്ല. സോ അങ്ങനെയാണ് ഞാനിപ്പോൾ ആൾക്കാരെ കാണുന്നത്. ആദ്യം എനിക്കിത് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം ചിലരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാനായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും ഇപ്പം നമ്മൾ പറയുന്നതിൻ്റെയും കൂടെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളോട് അവർ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന രീതി ഇതായിരിക്കാം എന്നുള്ളതൊക്കെ ഒരു തോന്നലൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഗ്രഡ്ജോ അല്ലെങ്കിൽ അവരോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്കത് റിക്കവർ ആവാൻ ഒരുപാട് സമയം എനിക്ക് അതെനിക്ക് ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടാക്കും. അതൊക്കെ ഉണ്ട് എനിക്ക്. അതായത് ചില സമയത്ത് നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്തു പോയത് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് നമ്മളോടാണ് ദേഷ്യം, അവരോടല്ല. പക്ഷെ ചിലപ്പോൾ അവർ ചെയ്തത് എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അത് ആ സമയത്തുണ്ടാവുന്ന ഒരു തോന്നൽ. പക്ഷെ എന്നെ ഒരാൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കും. പക്ഷെ എനിക്ക് പഴയൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് അവരിലേക്ക് വരില്ല എന്നുള്ളത് മാത്രം. എനിക്ക് ശത്രുക്കളില്ല, സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല. അപ്പൊ ഈ ഒരു പുസ്തകം എഴുതാൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ ചെറുപ്രായത്തിൽ? ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര എഴുത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എഴുതാൻ തുടങ്ങി അങ്ങനെ എഴുതായിരുന്നു. ഒരു എന്തെങ്കിലും എഴുതിയത് ഓർമ്മയുണ്ടെങ്കിൽ പറയൂ. പണ്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞ് ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് പണ്ട് ഈ ഓർമ്മക്കുറിപ്പ് എഴുതാൻ പറയില്ല സ്കൂളിൽ. അപ്പം എനിക്ക് എൻ്റെ അച്ഛനായിട്ട് ഞാൻ അടുപ്പുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ അത്ര വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഇതൊക്കെ ആയപ്പോഴേക്കും പുള്ളി മരിച്ചു പോയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇമാജിനേഷനിലാണല്ലോ പിന്നെ എഴുതാം. നമുക്ക് അങ്ങനെ അടുപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുടെ ഒരു ഗ്രീഫ് നമുക്ക് എഫക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ ആ സമയത്ത് നമ്മൾ കുറേയൊക്കെ ഇമാജിനേഷനിൽ കുറേ സാധനങ്ങളൊക്കെ എഴുതുമല്ലോ. അപ്പം ഞാനിങ്ങനെ അച്ഛനെ പറ്റി ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഞാനിങ്ങനെ ഒരു മറ്റേ കുറച്ച് കൂട്ടി എഴുതിയേക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ പണ്ട് പരിപ്പൂടെയായിട്ട് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എഴുതി വെച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കസിൻസൊക്കെ അന്ന് വന്ന് ഇത് കണ്ടിട്ട് ചോദിക്കായിരുന്നു, നിനക്ക് എപ്പോൾ അച്ഛൻ പരിപ്പൂടെ വന്ന്, അച്ഛനെ നിന്നെ അറിയാമല്ലോ എന്നൊക്കെ പറയാം. നീ ചെറുതായിരുന്നു, നീ പരിപ്പട തിന്നാനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. പക്ഷെ മൊത്തത്തിൽ കേട്ടതും ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. മലയാളം പേപ്പർ എനിക്കും തരുമായിരുന്നല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എഴുതിയാലും അതൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിരുന്നു. ഞാനിങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് എഴുതും. ഞാൻ ഈ കഥാസ്വാദനം എഴുതാൻ പോവാ, ഉപന്യാസ രചന, ഇതൊക്കെ ആയിരുന്നു. എല്ലാത്തിനും പേരിടോ? അതൊക്കെ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ കലകലകലക അങ്ങനെ എഴുതുമായിരുന്നു. ഒരു പോയിന്റ് എഴുത്ത് നിർത്തിയിട്ട് ഇപ്പൊ എനിക്ക് മറ്റേ കൂട്ടെഴുതാൻ. എന്നാൽ ലാസ്റ്റ് ഒരു കത്ത് എഴുതിയത് ഇംഗ്ലണ്ടില് അറിയില്ല. ഇംഗ്ലണ്ടോ എന്തെങ്കിലും ഞാൻ ഇനി ഒരു പരീക്ഷ എങ്ങനെ എഴുതുന്നു ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ വിരൽ വേദന എടുക്കില്ലേ? സത്യം. പേന വെക്കുമ്പോ ആകെ കൂടി അവനാണ് ചെക്ക് മാത്രമേ ഒപ്പിടുണ്ടാവുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും. എന്നോട് ഈ അടുത്ത ആ കാര്യം ചോദിച്ചായിരുന്നു, ജേർണലിങ് ചെയ്തപ്പോൾ ഞാൻ അതിലേക്ക് എഴുതണ്ടത്. അതെങ്ങനെ എഴുതും? ഇതിപ്പോ എങ്ങനെ എല്ലാം കൂടെ എനിക്ക് എഴുതാൻ പറ്റണില്ല. അതന്നെ. എന്തിന് നമ്മള് ഒരു ഫോൺ നമ്പർ വായിക്കാൻ പറ്റണില്ല ചേച്ചി, എന്നിട്ടല്ലേ എഴുതാൻ പറ്റണേ. വായിക്കാൻ പറ്റണില്ല. എത്ര ബുക്സ് വായിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിലും ഒരു ബ്രേക്ക് വന്നിട്ട് രണ്ടാമത് വായിക്കുക എന്ന് പറയുന്നത് എന്ത് പാടാ. അയ്യോ സത്യം. വേറെ സത്യം പറഞ്ഞാൽ നമ്മൾ വാച്ച് പലരും ഇപ്പോൾ വാച്ച് പോട്ടെ, മൊബൈലിൽ നമ്പർ വന്ന ശേഷം എനിക്കൊക്കെ പണ്ട് എല്ലാ നമ്പറും കാണാതെ അറിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെയും വീട്ടിലെ കാറിൻ്റെ ഒക്കെ. ഇപ്പൊ ഒന്നും അറിയില്ല, ഒക്കെ നോക്കണം, എവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എനിക്കൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ അങ്ങനെ വളരെ അടുത്ത ഒരു 4-5 പേരുടെ നമ്പർ അറിയാവുന്നതാണ്.
എന്നാലും ഞാൻ ചോദിക്കും ഇത് അതാണോ അത് ഇതാണോ അങ്ങനെ ഞാൻ ചോദിക്കും. ഈ ബഹുദൂരം കാറിലൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ അവനവൻ്റെ പോസ്റ്റേഴ്സ് ഒക്കെ ചിലർ അവനവൻ്റെ പടക്കം വരച്ച് വെച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ടൈലറിംഗ് ഷോപ്പിൻ്റെയൊക്കെ പേര് നിങ്ങളുടെ അങ്ങനെയൊക്കെ വല്ലതും കണ്ട് ചിരിച്ചിട്ടുണ്ടോ എപ്പോഴും സ്വന്തമായിട്ട് മോൻ കണ്ട് പേടിച്ചിട്ട്? ഇല്ല, ഇന്ന് ഞാൻ പേടിച്ചു. അതെ, ഇന്ന് എനിക്കൊരു ഒരു പെർഫ്യൂം ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു അതിൽ എൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് പ്രത്യേകതര ലൈറ്റ് പിടിച്ചാലേ എൻ്റെ മൊത്തം മുഖം കാണുള്ളൂ, മറ്റേതൊരു ഹൊറർ ഫീൽ ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇത് ഞങ്ങൾ ക്രേവ് ചെയ്ത് മറ്റേ കാർവ് ചെയ്ത് തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നപ്പോ ഞാൻ അങ്ങനെയായി. കാരണം ഇത് മറ്റേ എൻ്റെ മുടി ഇങ്ങനെ പക്ഷെ ഒരു പ്രത്യേക ആംഗിളിൽ ലൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, പൊട്ടൊക്കെ വെച്ച് ചിരിച്ചു നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ വെച്ചാൽ മുഖമൊന്നുമില്ല, മുടിയും ഒരു ഗുഡ് വൺ. ഇങ്ങനെ ഈ കാറിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ബഹുദൂരം എവിടെയെങ്കിലും അത് മനസ്സിൽ കൂടെ പോകുന്ന ഒരിക്കൽ എൻ്റെ കൂടെ കുട്ടി പ്ലെയിനിലുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ കുറെ നേരം സംസാരിച്ചു എത്തണ വരെ. അത് അറിഞ്ഞില്ല, അതിൻ്റെ അടുത്തിരുന്ന് ഇവിടെ വരെ മാസ്കും ഇവിടെ ഒരു തൊപ്പി പിന്നെ കണ്ണടയും. അപ്പം ഞാൻ വെച്ചു ഏതോ ബാങ്ക് കൊള്ളടിക്കാൻ പോണ ആരോ എൻ്റെ അടുത്തിരിക്കണായിരുന്നു. കുറച്ച് പേരൊക്കെ ചേച്ചി ആ താനാണോ? ഗുഡ് ചാറ്റ്. അപ്പം പക്ഷെ ഞാനന്ന് ഇല്ലായിരുന്നെങ്കിൽ ഉറങ്ങില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെയാ മനസ്സിൽ കൂടെ പോവുക? വെനെവർ യു ആർ ഇൻ എ ഡിഫറെന്റ് സ്പേസ് മീ ടൈമിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്നെ ചിന്തിക്കാൻ വിട്ട കഴിഞ്ഞു. എന്ത് ചിന്തിക്കും? വല്ലാതെ കാട് കയറി ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ചിന്തിക്കാറില്ല. ഞാൻ കിട്ടുന്ന അവസരങ്ങൾ കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ റീൽസ് കാണും. പിന്നെ ചിന്ത വേണ്ടല്ലോ. ഒരുപാട് ചിന്തിച്ച് ജീവിതത്തിനെ പറ്റി വല്ലാതെ കടന്നൊക്കെ ഫ്യൂച്ചർ മറ്റുള്ളവർ പറഞ്ഞ മാതിരി ആണോ? എന്താ ഇപ്പോഴത്തെ ടെൻഷൻ? എന്താ? എല്ലാം ടെൻഷനാണ്. എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് ഇപ്പൊ വരുന്നത് ഒക്കെ ടെൻഷനാണ്. വെറുതെ ടെൻഷനാണ് എനിക്ക്. അപ്പൊ ഈ താങ്കളെ അറിയാത്ത ഒരാള് താങ്കളെ കല്യാണാലോചനയ്ക്ക് വന്നിട്ടുണ്ടോ? എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് കല്യാണാലോചനകൾ വരാറുണ്ട്. അപ്പം അതായത് ഇന്റർവ്യൂവിലുള്ള ഇത് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അമ്മയോട് പറയുമ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മ അതല്ല എന്നൊക്കെ പറ അവരടുത്ത്. മറ്റേ ഇത് കണ്ട വല്ലവരൊക്കെ വരും. അങ്ങനെ പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മേ ബി ആയിരിക്കാം പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ചിലപ്പം കുറച്ച് നമ്മള് ഞാനും ആലോചിക്കാറുണ്ട് നമ്മൾ എന്താന്ന് ചോദിക്കും. അതൊരു പ്രശ്നമുണ്ട് ഈ കാലത്ത് അങ്ങനെയൊക്കെ വേണം. ഇല്ല, അതിപ്പോ കല്യാണം കഴിച്ചതിന് ശേഷമായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ചേച്ചി ഇപ്പൊ ആരടാന്ന് വെച്ചാൽ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കായിരിക്കും. പക്ഷെ ഇപ്പൊ ചേച്ചിയുടെ ഭർത്താവ് അത് അഡ്ജസ്റ്റ് ചെയ്യല്ലോ. കല്യാണം കഴിക്കാൻ വരുന്ന ഒരാൾ ചിലപ്പോ അറിയണം എന്നില്ലല്ലോ. അല്ല, അന്ന് പറയാതിരുന്ന് പിന്നെ പറഞ്ഞാൽ ശരിയല്ല, ആദ്യമേ തന്നെ പറയാ ഭേദം. കറക്റ്റ്. അതെ, ഞാൻ അതുകൊണ്ട് ഇപ്പൊ എന്നെ ഇപ്പം അങ്ങനെ ആരും കല്യാണം കഴിക്കാൻ അങ്ങനെ മുട്ടി നിൽക്കണില്ല ഇല്ലാന്ന് തോന്നുന്നു. ചിലതൊക്കെ വരും കേട്ടോ, ചിലത് ഇങ്ങനെ ഈ വാട്സാപ്പിലെന്ന് പറയാം, ഇൻസ്റ്റഗ്രാമിലൊക്കെ ക്ലോസ് ഫ്രണ്ട്സിലൊക്കെ ഇട്ടിട്ട് മറ്റേ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ കിടക്കും. കുറച്ച് കഴിയുമ്പോ പൊക്കോളായിരിക്കും. പോയോ? പോയി കേട്ട് തിരിച്ചാദ്യം വരും യെസ് പറഞ്ഞിട്ട് ഐ ആം ഹിയർ. ഇല്ല, ഞാനല്ല, എനിക്കത് എന്നെ അങ്ങനെയൊന്നും ഇപ്പൊ എന്നോട് സങ്കല്പത്തിലുള്ള പുരുഷൻ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ പറ്റും. ഞാൻ വെറുതെ പോലും ഒരാളെ പറ്റി സങ്കല്പിക്കാറില്ല. പിന്നെ ഞാൻ ആ കല്യാണം മറ്റേ എന്നെ ആളെ പറ്റി എന്താ മറ്റേ സങ്കല്പിച്ച് നോക്കൂന്ന് പറയുമ്പോൾ ഞാൻ ഇതിനിപ്പോ അയാളെ പറ്റി സങ്കല്പിക്കണം. എനിക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പൊ എന്നോട് ചോദിക്കും ക്രഷുള്ള ആൾക്കാർ ആരാക്കാന്നൊക്കെ. ഞാൻ പറയും അങ്ങനെ കൂടെ വർക്ക് ചെയ്തതിൽ ക്രഷുള്ള ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് അങ്ങനെ ആരോട് ക്രഷ് ഇല്ല. ഞാൻ അങ്ങനെ അവരെ കാണുമ്പോൾ ക്രഷ് തോന്നും, അങ്ങനെ തോന്നില്ല എനിക്ക്. കറക്റ്റ്. ചിലപ്പം ആരെങ്കിലും കാണുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ക്രഷ്, വി ആർ ഓൾ അഡൾട്ട്സ്. പക്ഷെ നല്ലൊരു അട്രാക്ഷൻ തോന്നിയ ഒരാളുണ്ട്. മേ ബി ടെലിവിഷനിൽ കണ്ടതായിരിക്കാം. വൺ പേഴ്സൺ മേ ബി അയാൾ പറയുന്ന സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ അയാളുടെ ലുക്സ്, അല്ലെങ്കിൽ അയാളുടെ ചെയ്തികൾ, അയാളുടെ ആക്ഷൻസ്, അങ്ങനെ ഒരാളുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് ഫോർ റൊമാൻറ്റിക്കലി ഇൻവോൾവ്മെന്റ് ബട്ട് ദാറ്റ് ഐ ലൈക്ക് ദാറ്റ് മാൻ. അങ്ങനെ എനിക്ക് കുറെ ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു പേരുണ്ടോ അങ്ങനെ പറയാൻ? നീ ആളത്ത് പറഞ്ഞിട്ട് അങ്ങനെ വരുമോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ധ്യാൻ ചേട്ടനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലേ? അതായത് ഉള്ളതങ്ങ് പറയല്ലോ. അപ്പൊ ഞാൻ മൂപ്പരോട് ഇതിന് ഉത്തരം ഏതെങ്കിലും ഇനി അയാൾ ഇത് എവിടെയെങ്കിലും പോയിട്ട് പറയാം അവർക്ക് എന്നോട് അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്, ബുദ്ധിപരമായി ഞാൻ പറയാണ്. പക്ഷെ അങ്ങനെ എനിക്ക് ഭയങ്കര അത് വലിയ ഇതൊന്നും ഇല്ലാണ്ട് സംസാരിക്കുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര എന്നോട് ഭയങ്കര സ്വീറ്റ് ആയിട്ടൊന്നും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റാറില്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ ആൾക്കാരാണ് തോന്നിയിട്ടുണ്ടോ യു ആർ ഇൻ എ റോങ് പ്ലേസ്? അങ്ങനെ ഇല്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ. ഇപ്പൊ ധ്യാൻ ചേട്ടൻ എനിക്ക് അങ്ങനെയാണ്, ബേസിലായിട്ട് അങ്ങനെയാണ്, നസ്ലന്റെ അടുത്ത് ഞാൻ അങ്ങനെയാണ്, മാത്യുവിന്റെ അടുത്ത് ഞാൻ അങ്ങനെയാണ്. എനിക്കിപ്പോ ഇവരൊക്കെ ഇപ്പൊ അങ്ങനെ എനിക്ക് കൊടുക്കാൻ വാങ്ങൽ സ്പേസിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഭയക്കുന്നുണ്ടോ? സംഭയം ചേച്ചി ഞാനൊരു ഒറ്റ ബുദ്ധിയാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ പേടിയില്ല. ഒറ്റ പുത്രിയോ ഒറ്റ ബുദ്ധിയോ? ഒറ്റ ബുദ്ധി. ഒറ്റ ബുദ്ധി. വാട്ട് ഈസ് വൺ ട്രാക്ക് മൈൻഡ് ദെൻ? അങ്ങനെ വലിയ
ഞാൻ ഒരുപാട് ചിന്തിക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ആരെയും പേടിയില്ല. അവനോനെ പറ്റി എനിക്ക് ആൾക്കാരെ പേടിയില്ല. ഞാൻ എപ്പോഴും ആയിരിക്കും മനുഷ്യന്മാരെ നമ്മൾ ബേസിക്കലി എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ളത്. എനിക്ക് പട്ടിനെയും പൂച്ചനൊക്കെ എനിക്ക് പേടിയാണ്, എനിക്ക് മനുഷ്യന്മാരെ പേടിയില്ല. മനുഷ്യന്മാരോട് എനിക്ക് കുറേ കൂടെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കും. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത സ്പേസ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വരാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് മനുഷ്യന്മാരെ എനിക്ക് അത്ര പേടിയില്ല. പക്ഷെ എനിക്ക് പട്ടിയും പൂച്ച അങ്ങനെയൊന്നല്ല. പട്ടിയും പൂച്ചക്ക് ചിലപ്പോൾ നമ്മൾ അറിയില്ലല്ലോ, നമ്മൾ മേടിക്കുന്ന ചാടില്ല, അതെനിക്ക് പേടിയാണ്. ചാടുന്നവരുണ്ട്, പക്ഷെ അതും എനിക്ക് പേടിയാ. എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നതും വല്ലവരുടെ കയ്യിലിരിക്കുന്നതും ക്യൂട്ടായിട്ടിരിക്കുന്നതും അവരെ തലോലിക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു കോൺവെർസേഷൻ പട്ടിയോട് പൂച്ചയോട് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. മറ്റേ ചുച്ചു അതെനിക്ക് അറിയില്ല. പട്ടിയൊക്കെ ആണെങ്കിൽ ഹായ് ബൈ അങ്ങനത്തെ ഒരു എനിക്ക് മറ്റേ മനുഷ്യന്മാരോട് സംസാരിക്കുന്ന അവർക്കും സെൻസ് ചെയ്യും. നിന്നേക്ക് അധികം ആ കുട്ടി സെൻസ് ചെയ്യും ആ മൃഗങ്ങള്. പിന്നെ അടുത്തേക്ക് വരാറുണ്ടോ? ഇല്ല, കുറവാണ്. പക്ഷെ ചിലപ്പോ കളിക്കാനൊക്കെ ആണെന്ന് പറഞ്ഞ് വരും. പക്ഷെ ഞാൻ ഒറ്റ ഓട്ടാ, എനിക്ക് പേടിയാ. പക്ഷെ എനിക്ക് നിങ്ങൾ ആരെങ്കിലും കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ഒന്ന് തൊട്ട് വെക്കുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പുറകെ പോയി ഇങ്ങനെ തൊട്ടൊക്കെ നോക്കും, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അല്ലാതെ എന്റെ കയ്യിലേക്ക് വരരുത്, എനിക്ക് ഭയങ്കര പേടിയാ. ഒരു നിശബ്ദത തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ദാറ്റ് യു വാണ്ടഡ് ടു ഹാവ് എ സൈലൻസ് ഇൻ ലൈഫ്? എനിക്കെപ്പോഴും സൈലൻസ് ഉണ്ട്. എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ പ്രൈവസി, എൻ്റെ സ്പേസ്, എൻ്റെ സൈലൻസ്, എൻ്റെ കൂടെ ആരും ഇല്ലാതിരിക്കുന്ന സമയം, എൻ്റെ കൂടെ എത്ര ആൾക്കാർ വേണം എന്നുള്ളതൊക്കെ എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനൊരു 6 മാസം ഞാനിങ്ങനെ പോയ സമയത്ത് എന്നോടൊരാൾ ചോദിച്ചു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം എന്നെ ആരും അറിയുന്നില്ല, ഞാൻ അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സ്പേസ് എനിക്കിഷ്ടമാണ്. അതെടുക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്കത് പെണ്ണ് കേസ് പുറത്തു വരുമ്പോൾ ആൾക്കാർ ഇമേജ് വാട്ട് ഈസ് ദാറ്റ് ദേ വാണ്ട് ടു ടേക്ക് ഇറ്റ് ഫ്രം ദിസ് മൂവി? നത്തിങ്. കണ്ടാൽ മാത്രം മതി. എന്റർടൈൻമെന്റ് മൂവി. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എനിത്തിങ് ഫ്രം ദിസ്. അങ്ങനെ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ കുറേ ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഒരിത്തിരി ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്താൻ പറ്റുമായിരിക്കും എന്നുള്ളതുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇത് ചെയ്യുന്നതെന്ന് ചിന്തിക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കാം. അങ്ങനത്തെ ഒക്കെ അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ടേക്ക് അവേ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഭയങ്കര മെസ്സേജ് കൊടുക്കുന്ന സിനിമയല്ല ഇത്. അതൊരു ഫൺ എന്റർടൈനിങ് സിനിമയാണ്. ഒരു ഓണസദ്യയുടെ എല്ലാ കറികളുണ്ട്, ചോറുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ ഏത് കറിയോടാണ് താങ്കൾക്ക് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കറി? താങ്കളുടെ സ്വഭാവത്തിനും താങ്കളുടെ രൂപത്തിനും ഭാവത്തിനും ഒക്കെ ആ ഇലയിലുള്ള ഏത് കറിക്കായിരിക്കും ഏറ്റവും അധികം സാമ്യം? എന്നോടോ? അവിയലായിരിക്കും. എല്ലാം ഉണ്ടല്ലോ. കറക്റ്റ്, എല്ലാം ഉണ്ട്. ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ അതിന് പേരുണ്ടോ? ഇല്ല, എഴുതാനും ചേച്ചി ആത്മകഥയൊക്കെ എഴുതണമെങ്കിൽ ചിന്തിക്കണം. ഞാൻ ചിന്തിക്കാറില്ല. അതായത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നല്ലാതെ ഞാൻ ഒരുപാട് ചിന്തിക്കാറില്ല ബേസിക്കലി. യു നോ വാട്ട്, ഐ എം സോ ഹാപ്പി ദാറ്റ് നമ്മൾ ഈ സംസാരിച്ചതെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഓപ്പൺ കോൺവെർസേഷൻ. നമ്മൾ ഇതിലിപ്പോൾ ക്യാമറ ഉള്ളതേ ഞാൻ മറന്നുപോയി. കാരണം നമ്മുടെ വീട്ടിലിരുന്ന് ഞാനും ഇതാണ് എൻ്റെ പ്രശ്നം. ഇതാണ്, ഞാൻ ഈ ക്യാമറ ഉള്ളത് മറന്നു പോകും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അല്ല, ഇതിപ്പോൾ കുട്ടിക്ക് മറന്നു പോലോ, എനിക്ക് മറക്കില്ല. ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് കാണും മീഡിയക്കാർ, എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം എടുക്കും. എന്ന് പറഞ്ഞതിൽ എനിക്ക് പേടിയില്ല, എനിക്കില്ല ഇങ്ങനെ വരും. ഞാൻ എന്തിനാ പേടിയില്ലാന്ന് പറഞ്ഞത്? അതും വരും ചിലപ്പോ. അല്ല, ഞാൻ പറഞ്ഞത് അത് കോണ്ടെക്സ്റ്റ് ഇല്ലാതെ വരും. കോണ്ടെക്സ്റ്റ് ഇല്ലാതെ വരുമ്പം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നും. പക്ഷെ ഞാൻ ചെയ്യില്ല. ബിക്കോസ് വേണ്ട, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കും. അപ്പം അത് പിന്നെയും അപ്പൊ ഇവർക്കത് പിന്നെയും കുറച്ചുകൂടെ ഇതാവും. എക്സ്പ്ലെയിൻ ചെയ്യണം, അത് അതിന്റെ വഴിക്കും. എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ, അതങ്ങനെ പൊക്കോളും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുമല്ലോ, ഏട്ടാ ഞാൻ ഇതല്ലടാ പറഞ്ഞത്, നീ ഇതൊന്ന് മുഴുവനായിട്ട് പറഞ്ഞത് എനിക്ക് തോന്നും. അതായത് ബേസിക്കലി നമ്മളൊരു 2 മണിക്കൂർ ഇരുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 മിനിറ്റ് ചേച്ചി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. ചോദ്യം ഇല്ല, അതിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും, ബാക്കി പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് റൂൾ ഓഫ് ദി ഗെയിം നൗ. അപ്പൊ ഞാൻ അതെനിക്ക് ഇഷ്ടമില്ല. അതെനിക്ക് ഇഷ്ടമല്ലാത്ത എന്താണെന്നറിയോ ചേച്ചി? അതെനിക്ക് ഇഷ്ടമല്ലാത്തത് അതൊരു റാൻഡം ആൾക്കാർ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് വിഷമമില്ല. ഇത് ചെയ്യുന്നത് പ്രോപ്പർ മീഡിയ ആൾക്കാരാണെന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമാണ്. നിങ്ങൾക്ക് വർക്ക് എത്തിക്സ് ഉണ്ടായിരിക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ഉപയോഗിക്കണ്ടേ? നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ സ്പേസിലുള്ള ആൾക്കാരോട് എന്ന് പറയുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു പ്രൊമിനൻറ്റ് സ്പേസാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇവിടെയുള്ള ബുദ്ധിയുള്ള ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്.
നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുന്നത് നിങ്ങൾ ഇത് സമൂഹത്തിനൊരു ഗുണമില്ല അല്ലേ? ഞാൻ അതുകൊണ്ട് സമൂഹത്തിന് അതൊരു വാർത്തയല്ല, അതൊരു സമൂഹത്തിനൊരു ഗുണമല്ല. ഞാനും ചേച്ചിയും ഇരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പം എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും, ചിലപ്പോൾ അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഇപ്പോൾ ചേച്ചി ചിലപ്പോൾ അതിനകത്ത് ചേച്ചിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കുന്നത് മോശമാണല്ലോ എന്ന് ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴായിരിക്കും ചില കാര്യങ്ങൾ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അതൊരു കോൺവെർസേഷൻ പാർട്ടിൽ വരുന്നതാണ്. കോൺവെർസേഷൻസ് ആർ നോട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഞാൻ പറഞ്ഞു മതി. അതിലാണ് ഞാൻ അതെനിക്ക് ഓട്ടോബയോഗ്രഫി ടൈറ്റിൽ കേട്ടാ. Maybe conversations are not my statements. Okay. അതെ. അപ്പം മലയാളം പരീക്ഷ കഴിഞ്ഞു, മണിയടിച്ചു, പേപ്പർ തുന്നി കൂട്ടി കെട്ടിക്കോളൂ. അവസാനം 5 മിനിറ്റ് ഹോൾ ടിക്കറ്റിന്റെ നമ്പർ എഴുതിക്കോളൂ. ഇഷ്ടമുള്ള 5 നമ്പർ എഴുതി കൂട്ടി കൊടുത്തോളൂ, ടീച്ചർ വരണ്ടി കൊടുക്കാൻ. ഞാൻ അവസാനത്തെ 5 മിനിറ്റിലും എക്സ്ട്രാ പേപ്പർ പറ്റിയാണ് പറഞ്ഞോളൂ. ആ 5 മിനിറ്റിൽ സത്യമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എഴുതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ ആയിരിക്കും ഭയങ്കരമായിട്ട് ഞാൻ എഴുതും. എവിടെയാണ് ഓവർ നല്ലത് എഴുതുന്നല്ല, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എഴുതായിരുന്നു. എനിക്ക് നിർത്താൻ പറ്റാത്ത പോലെ എഴുതും. ഈ കുട്ടി ഭയങ്കര വിശന്നിട്ടാണ് ഇവിടെ വന്നത് എൻ്റെ അടുത്തിരുന്നത്. ഒരു കുഴപ്പമില്ല ചേച്ചി, 10 മിനിറ്റല്ലേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 25, 30, 35 മിനിറ്റ്. കുട്ടിക്ക് വിശക്കണില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അയ്യോ, അതൊരു പ്രശ്നമല്ല ചക്കര, ഞാനല്ലേ. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കഴിക്കും. അതെ, ഇങ്ങനെ ഒരു തുറന്നൊരു സംഭാഷണമായിരുന്നു നമ്മളന്ന് പണ്ടും അന്നും ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദാറ്റ്. എന്താ പറയുക, ദ പ്ലെയിൻ എഫേർട്ട്ലെസ് നിഖില വിമൽ. താങ്ക് യു ചേച്ചി. പെണ്ണേഴ്സിനെ പറ്റി ഞാൻ പറയട്ടോ. ഒന്ന് പറഞ്ഞോളൂ. 5 മിനിറ്റ് 2 മിനിറ്റ് ബാക്കിയുണ്ട്, പറഞ്ഞോളൂ. സിനിമ റിലീസാവും അവിടെ ആ ക്യാമറ ഇല്ല. സിനിമ ഞാൻ വളരെ ഒരു നോർമൽ കോമഡി ഫാമിലി എൻ്റർടൈനർ പോലത്തെ ഒരു സിനിമയാണ്. പക്ഷേ ഞാൻ മറ്റേ ഒരു ഗുരുവായൂരമ്പല നടയിലൊന്നും എക്സ്പെക്ട് ചെയ്തത് ഒരു ചെറിയ സിനിമയാണ്. സിറ്റുവേഷണൽ കോമഡികളുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഹക്കീം ഉണ്ട് അതിൽ, അജു ചേട്ടനുണ്ട്, രമേശ് ചേട്ടനുണ്ട്, രമേശ് ഉണ്ട്, പിന്നെ എൻ്റെ വേറെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, കുഞ്ഞികൃഷ്ണ മാഷുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ എല്ലാവരുടെയും കൂടെ ഒരു കമ്പൈൻഡ് എഫേർട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ എന്ന് ഞാൻ പറയില്ല, കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രമല്ലേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ ഇതിനൊരു റെഫറൻസ് വേണം. ആ റെഫറൻസ് ആണ് പെണ്ണേഴ്സ്. വെരി ഗുഡ്, നല്ല പ്രൊമോഷൻ. ബൈ ബൈ.